ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചേച്ചി ദേ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടല്ലോ. ഈ പുതിയ മേക്ക് ഓവറില് ഗാഥ ശ്രീനിവാസ് കളരിക്കല് കയറി ചെല്ലുമ്പോ അവരൊക്കെ ഒന്ന് ഞെട്ടണം. ഇത്രയും ദിവസം അവര് കണ്ടുകൊണ്ടിരുന്നത് ആ കൃഷ്ണയുടെ കരിപിടിച്ച മുഖം അല്ലേ? എനിക്ക് നേരെ മറിച്ച അഭിപ്രായം. എന്ത് മറിച്ച അഭിപ്രായം? അതെന്താ? അല്ല മാഡം, കൃഷ്ണയുടെ രീതികളും പെരുമാറ്റങ്ങളും ഒക്കെ ആണല്ലോ കളരിക്കൽ വീട്ടുകാർക്ക് ഇപ്പൊ പരിചയമുള്ളത്. പെട്ടെന്നൊരു ചേഞ്ച് വന്നാ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നാലോ? എന്തെങ്കിലും സംശയം തോന്നിയാലോ? സംശയം തോന്നാനോ? എന്നെയോ? നോ ചാൻസ്. ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കണ്ടിന്യൂ. കളരിക്കലെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് അവളവിടെ ഉണ്ടാക്കി വെച്ച കുറച്ച് വൃത്തികെട്ട സിസ്റ്റംസ് ഉണ്ട്, അതങ്ങോട്ട് ബ്രേക്ക് ചെയ്യാന്നുള്ളതാ. അവൾക്ക് നവീനെ പോലെ ഒരാളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് പെരുമാറാൻ പറ്റൂ. ഓക്കെ, പൂജ ചെയ്യാനൊക്കെ ആള് ഭയങ്കര മിടിക്ക. ബട്ട് നവീനെ പോലെ ഒരു വലിയ ബിസിനസ്മാന്റെ ഭാര്യയാവാൻ, ആ കൾച്ചറിനനുസരിച്ച് പെരുമാറാൻ അവളെ കൊണ്ട് എങ്ങനെ പറ്റും? എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നാളെ മുതല് കുറേ ദിവസത്തേക്ക് നവീനെ ഓഫീസിലേക്ക് വിടുന്ന പ്രശ്നമേ ഇല്ലെന്ന്. എനിക്ക് നവീനെ കൂട്ടി ഒരുപാട് സ്ഥലത്ത് പോവാനുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കളരിക്കലെ അടുക്കളയില് ഒതുങ്ങിക്കൂടാനൊന്നും ഗാഥ ശ്രീനിവാസിനെ കിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൈ ഈസ് ദ ലിമിറ്റ്. പോകാവുന്നിടത്തോളം നവീനെ കൂട്ടി എനിക്ക് പറക്കണം. സിനി ചേച്ചി നോക്കിക്കോ. സിനി ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? കൃഷ്ണയ്ക്ക് പകരം കളരിക്കലേക്ക് ഞാൻ പോകുന്നത് സിനി ചേച്ചിക്ക് സത്യത്തിൽ സന്തോഷാണോ ഓർ സാഡാണോ? സങ്കടാണ്. അതെനിക്ക് മുഖം കണ്ടാൽ അറിയാം. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ഇവൻ എന്റെ മമ്മിക്ക് പോലും. നമ്മൾ ഒരുത്തിയെ വാടകയ്ക്ക് എടുത്ത അവള് ചെയ്യുന്നതെല്ലാം നമ്മൾ കൊടുത്ത കൂലിക്കുള്ള ജോലിയാ. അത് കഴിഞ്ഞു കഴിഞ്ഞാ ഫോർഗെറ്റ് ഓൾ തിങ്സ്, നോ സെന്റിമെന്റ്സ്. അല്ലെങ്കിൽ തന്നെ കാശിന് വേണ്ടി എന്ത് വേഷം കെട്ടുന്ന ഇവളുമാരോടൊക്കെ എന്തിനാ സെന്റിമെന്റ്സ്? അങ്ങനൊന്നും പറയരുത് മാഡം. വേറൊരു ജോലിക്കാരിയുടെ കർത്തവ്യമല്ല കൃഷ്ണ ചെയ്തത്. അവളുടെ മരണത്തിന്റെ മുന്നിൽ നിന്ന്. ഓ മതി മതി, അവളെ കുറിച്ചുള്ള പുകഴ്ത്തലുകളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞ എനിക്ക് ഇതിനേക്കാളും ബോറടിപ്പിക്കുന്ന വേറൊരു വിഷയമില്ല. സോ ഡോണ്ട് റിപ്പീറ്റ് ദിസ് അഗൈൻ.